പൊറോട്ട ഇനി ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. വീശി അടിക്കാതെ തന്നെ നമ്മൾ സാധാരണ പൊറോട്ടയിലൊക്കെ കാണുന്നത് പോലെ നല്ല ലെയറോട് കൂടി എങ്ങനെ ഒരു പ്ലെയിൻ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഒരു പൊറോട്ട തയ്യാറാക്കുന്നതിലേക്കായിട്ട് 1/2 കിലോ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ 2.5 ടീസ്പൂൺ പഞ്ചസാര, കൂടാതെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായി സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ മുട്ട ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഈ അവസരത്തിൽ 1 മുട്ട ഇതോടൊപ്പം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പഞ്ചസാര, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്രയും മാത്രം ചേർത്ത് നമ്മൾ ഈ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം അല്ലെങ്കിൽ പാല്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളമായാലും പാലായാലും കൂടുതലായിട്ടങ്ങ് ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാൻ ശ്രമിക്കരുത്. അല്പാൽപമായിട്ട് വേണം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ. സാധാരണ പൊറോട്ട മാവ് തയ്യാറാക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന അത്രത്തോളം അളവിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ മാവ് കുഴച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ പാകത്തിന് ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ. ഇവിടെ ഇപ്പോൾ മാവ് ഏകദേശം ഒന്ന് കുഴഞ്ഞ് കിട്ടിയപ്പോഴേക്കും കുറച്ചുകൂടി സൗകര്യത്തിന് നമ്മളിതൊരു കിച്ചൺ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മാവൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് കുറച്ചധികം നേരം നമ്മൾ ഈ പൊറോട്ട മാവിനൊക്കെ മാവ് കുഴയ്ക്കുന്ന അതേ രീതിയിൽ വലിച്ചു നീട്ടി നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇടയ്ക്ക് അല്പാൽപമായിട്ട് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടത്തക്ക രീതിയിൽ വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ. അതുകൊണ്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും, അതുപോലെ പൊറോട്ട മാവ് കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും ഇതുപോലെ വലിച്ചു നീട്ടി കുഴച്ചെടുത്തില്ല എന്നുണ്ടെങ്കിലും മാവ് സോഫ്റ്റ് ആവാനുള്ള സാധ്യത കുറവായിരിക്കും. അങ്ങനെയെങ്കിൽ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു പൊറോട്ട സോഫ്റ്റ് ആയിരിക്കില്ല. ഇവിടെ ഇപ്പോൾ 30 മിനിറ്റോളമായിട്ടുണ്ട്. മാവ് ഏകദേശം ഒന്ന് സോഫ്റ്റായി കിട്ടി. ഇനി ഈ പറഞ്ഞ 30 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ മാവ് വലിച്ചു നീട്ടി കുഴച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. അത്രയുമായി കഴിഞ്ഞാൽ ആ തയ്യാറാക്കിയെടുത്ത പൊറോട്ട മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരല്പം എണ്ണ തടവിയ ശേഷം ഒരു നനഞ്ഞ തുണിയോ തോർത്തോ ഉപയോഗിച്ച് മൂടി 1 മണിക്കൂർ, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വയ്ക്കുക. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടി. ഇനി മാവ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി മാറ്റാം. മാവ് കഴിവതും ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരുപക്ഷെ വലുപ്പം കൂടിയാൽ തന്നെയും കുഴപ്പമൊന്നുമില്ല. നമ്മളത് പരത്തി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മാവ് ഇതുപോലെ ഉരുളകളാക്കി വെച്ചതിന് ശേഷവും ഒരു നനഞ്ഞ തുണിയോ തോർത്തോ ഉപയോഗിച്ച് മൂടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഉരുളകൾ ഓരോന്നായിട്ട് എടുത്ത് പരത്തി തുടങ്ങാം. പരത്തുന്നതിന് മുൻപായിട്ട് ഒരല്പം മൈദ മാവ് വിതറി കൊടുക്കുക, അല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മാവ് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പരന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. കഴിവതും ഒരു ബ്രഷ് ഉപയോഗിച്ച് തടവി കൊടുക്കുന്നതാവും നല്ലത്. ഞാനിവിടെ കൈ ഉപയോഗിച്ച് തന്നെ തടവി കൊടുക്കുകയാണ്. ശേഷം ഓരോ വശങ്ങളായിട്ട് മടക്കിയിട്ട് അവിടെയും കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഒരു കാര്യം, ഇങ്ങനെ മടക്കിയെടുക്കുന്ന എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ തടവി കൊടുത്ത് വേണം നമുക്ക് ഈ മാവ് ഇതേപോലെ മടക്കിയെടുത്ത് വയ്ക്കാൻ. കുറഞ്ഞതൊരു 3 തവണയെങ്കിലും മാവ് ഇതേ രീതിയിൽ പരത്തി മടക്കിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൊറോട്ടയുടെ ഉള്ളിൽ കാണുന്ന അതേ ലെയറൊക്കെ ഇതിലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് നമ്മൾ ഈ മാവൊന്ന് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിത് മടക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം ഒന്ന് പരന്നു വരുമ്പോഴേക്കും വശങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മൂർച്ചയുള്ള ഒരു അടപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ മാവൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാവിൻ്റെ ബാക്കി വരുന്ന ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അത് നമുക്ക് പിന്നീട് ഉരുട്ടി പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഈ കാണുന്ന ഭാഗം അത് വെറുതെ കളയേണ്ടതില്ല. അവയെല്ലാം കൂടി പിന്നീട് ഒരുമിച്ച് ചേർത്ത് ഇതിനേക്കാൾ നല്ല ഭംഗിയിൽ തന്നെ ഉരുട്ടി പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ പൊറോട്ട മാവൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ മാവ് കയ്യിലെടുത്തിട്ട് നല്ല ചൂടായ ദോശക്കല്ലിലേക്ക് മാവ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് ദോശക്കല്ലിൽ നല്ല രീതിയിൽ തന്നെ എണ്ണ തടവി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ആദ്യാവസാനം വരെ ഈ പൊറോട്ട എല്ലാം വേവിച്ചെടുക്കാൻ. മറ്റൊരു കാര്യം, പൊറോട്ട തിരിച്ചും മറിച്ചും ഇടുന്നതിന് മുൻപ് ഒരല്പം എണ്ണ തടവി കൊടുക്കുക. അത് ബ്രഷാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമാകും. ഇവിടെ നമ്മൾ ഒരല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു ചട്ടുക ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നത്. ഒരു കാരണവശാലും തീ കൂട്ടിയിട്ട് പൊറോട്ട വേവിച്ചെടുക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ഉൾഭാഗം വേകണമെങ്കിൽ
തീ ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അതുപോലെ നമ്മളിവിടെ ഈ ചേർത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന എണ്ണ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ചിലരെങ്കിലും കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടാവും. ഞാനിവിടെ ഒരു മീഡിയം അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു വെറൈറ്റി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ചപ്പാത്തിയുടെയും അതുപോലെ പൊറോട്ടയുടെയൊക്കെ ഒരു സമ്മിശ്രണമാണെന്ന് പറയാം. അത്രത്തോളം നല്ല പെർഫെക്ഷനായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ മാവ് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. എന്ന് വെച്ച് മാവ് തീരെ അങ്ങ് സാധാ പൊറോട്ടയ്ക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ ലൂസായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പരത്തിയെടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ സ്പെഷ്യൽ പ്ലെയിൻ പൊറോട്ട റെഡിയായി. അപ്പോൾ അതുപോലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.